ചെറിയൊരു മഴ പെയ്യുമ്പോഴത്തേനും ഈ നാടിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഇന്നിപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. സ്കൂളുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ കുട്ടികൾ പോകേണ്ട വഴിയാണ് ഈ സൈഡിൽ കൂടെ പോകേണ്ടതാണ്. ഇതിൽ ട്രെയിനേജ് ഏതാ റോഡ് ഏതാണെന്ന് മനസ്സിലാവാത്തൊരു അവസ്ഥയാണ്. ഇടവേളയില്ലാതെയാണ് മഴ പെയ്യുന്നത്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. മാവൂർ കച്ചേരിക്കുന്നിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മണ്ണിടിഞ്ഞും മരങ്ങൾ പൊട്ടിവീണും 15ലധികം വീടുകൾ ഭാഗികമായി തകർന്നു. കോഴിക്കോട് താലൂക്കിൽ 6ഉം കൊയിലാണ്ടിയിൽ 5ഉം വടകരയിൽ 3ഉം താമരശ്ശേരി താലൂക്കിൽ 2ഉം വീടുകൾ തകർന്നു. ഞെട്ടൽ മാറുന്നില്ല വെള്ളിപറമ്പ് സ്വദേശി ശ്രീമതിക്കും ചെറുമകനും. പുലർച്ചെ 2 മണിയോടെയാണ് ഇവരുടെ വീടിന് മുകളിലേക്ക് മരം പൊട്ടി വീണത്. ഓടെല്ലാം മഴ പൊടിഞ്ഞതായി തോന്നുമ്പോൾ ഞാൻ മോനെ കൊലായിലെന്താ വീണ്, കൊലായിലെല്ലാം വന്ന് മേശപ്പുറത്താണ് വീണതാണ്. ഓൻ്റെ അടുത്തൊരു മേശ ഉണ്ടായിരുന്നു, ഫോണൊക്കെ വെച്ച് ഓനാടെ കിടക്കല. തലക്കുളത്തൂരിലും ഒളവണ്ണയിലും കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു. തലക്കുളത്തൂരിൽ നഫീസയുടെ വീട്ടിലെയും ഒളവണ്ണയിൽ മോഹനന്റെ വീട്ടിലെ കിണറുമാണ് ഇടിഞ്ഞു താഴ്ന്നത്. മഴ തുടരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.